കോൺഗ്രസിലെ ഖദർ തർക്കത്തെക്കുറിച്ചാണ്. നമ്മൾ നാലാൾ കൂടുന്നിടത്ത് കോൺഗ്രസ് നേതാക്കളെ തിരിച്ചറിയാതെ തന്നെ അവർ ധരിക്കുന്നവർ അണിയുന്ന ഖദർ വസ്ത്രം നോക്കിയിട്ടാണ്. അപ്പോൾ കോൺഗ്രസിലെ പുതിയ യുവ നേതൃത്വത്തിന് പക്ഷേ ഖദറിനോട് പഴയ പോലെ ഒരു ഇഷ്ടമോ കൂറോ ഇല്ല എന്നാണ് മുതിർന്ന നേതാക്കളിൽ ഒരാളായ അജയ് തറയിൽ പറയുന്നത്. അദ്ദേഹമാണ് ഈ വിവാദത്തിന് തിരികൊളുത്തിയത്. പക്ഷേ അജയ് തറയിലിനെ തള്ളിക്കൊണ്ട് യുവ നേതാക്കൾ പൂർണ്ണമായും രംഗത്ത് വരികയും ഈ യുവ നേതാക്കളെ മുതിർന്ന നേതാക്കൾ ഇപ്പോൾ വി ഡി സതീഷിനെ പോലെയുള്ള സണ്ണി ജോസഫിനെ പോലെയുള്ള ആളുകളൊക്കെ യുവ നേതാക്കൾക്ക് പിന്തുണയുമായി എത്തുകയും ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഖദർ ഒരു വസ്ത്രം മാത്രമല്ല, ഒരു സംസ്കാരമാണ് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയാറ്. അപ്പോൾ ആ സംസ്കാരത്തിൽ നിന്ന് പതുക്കെ കോൺഗ്രസ്സുകാർ പിന്നോട്ട് പോവേണ്ട കാലമായോ എന്നതുകൂടി സംസാരിക്കുകയാണ് നമ്മൾ. നിഷാദി, ഇപ്പോഴത്തെ കോൺഗ്രസിനകത്തെ ഈ ഖദർ തർക്കത്തും കാണുമ്പോൾ എന്ത് തോന്നുന്നു? ഖദർ പ്രായോഗികമായി വലിയ ബുദ്ധിമുട്ടുള്ളൊരു സംഗതിയാണെന്ന് യുവ നേതാക്കളൊക്കെ പറയുന്നുണ്ട്. അത് മെയിൻറ്റെയിൻ ചെയ്യാൻ കളർ വസ്ത്രമാകുമ്പോൾ എളുപ്പത്തിൽ ധരിക്കാം, അങ്ങനെയൊക്കെ ഒരു പ്രശ്നമുണ്ട്. അതിനപ്പുറത്തേക്ക് ഇതൊരു തന്ത വൈബാണെന്നുള്ളൊരു തോന്നൽ യുവ നേതാക്കൾക്കുണ്ടാവുമോ? എനിക്കൊരു പണിയില്ലാത്തത് ഉണ്ടാകുന്ന ഒരു വിവാദമായിട്ടാണ് ഇതിനെക്കുറിച്ച് തോന്നുന്നത്. അല്ലെങ്കിൽ ശ്രദ്ധ പിടിച്ചു പറ്റാനോ മറ്റോ അജയ് തറയിൽ പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഒന്നാമത്, രാഷ്ട്രീയ പ്രവർത്തകർ അവരുടെ സംസ്കാരം നിലനിർത്തണം, അവരുടെ പഴമയുടെ പാരമ്പര്യം നിലനിർത്തണം. പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാർ ഖദർ ധരിക്കണം എന്നൊക്കെ പറഞ്ഞതിൻ്റെ ലോജിക്ക് എന്താണ്? ഒറ്റയടിക്ക് ആലോചിച്ചാൽ അതിനെ പിന്തുണയ്ക്കുന്ന ആരെയും കാണാൻ പറ്റുന്നത് എനിക്ക് തോന്നുന്നില്ല. കാരണം ഖദർ ധരിക്കാൻ തുടങ്ങിയത് സ്വാതന്ത്ര്യ സമര മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ട ഒരു സംഗതിയിൽ നിന്ന്, ഒരു പശ്ചാത്തലത്തിൽ നിന്നാണ്. ഗാന്ധി ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഇനീഷ്യേറ്റീവ് എടുക്കുന്നു, അതിൻ്റെ ഭാഗമായി കോൺഗ്രസ്സുകാർ ഖദർ ധരിക്കുന്നു. അത് അന്നത്തെ ഒരു സാഹചര്യമാണ്. ആ സാഹചര്യം, ആ സംസ്കാരത്തെയും കൊണ്ടു നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കുറേ കാലം കൂടി അവർ ഖദർ ധരിച്ചു വന്നു. ഒഴിച്ചു നിർത്തിയാൽ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നതിൻ്റെ സ്വഭാവമാകെ തന്നെ മാറിയിരിക്കുന്നു, തലമുറകൾ മാറിയിരിക്കുന്നു, ആളുകളെല്ലാത്തിനെയും നോക്കിക്കാണുന്നതിൻ്റെ കാഴ്ചപ്പാടുകൾ, പെർസ്പെക്റ്റീവുകൾ മാറിയിരിക്കുന്നു, എല്ലാമേ മറിഞ്ഞുകൊണ്ടിരിക്കുന്നു, സകല സംവിധാനങ്ങളും മാറിക്കൊണ്ടിരിക്കുന്നു. എല്ലാം മാധ്യമപ്രവർത്തനത്തിൻ്റെ സ്വഭാവം മാറുന്നു, മാധ്യമപ്രവർത്തനത്തിൻ്റെ പ്രതലങ്ങൾ മാറുന്നു, എല്ലാ തരത്തിലുള്ള തൊഴിൽ മേഖലകളും മാറുന്നു, ആളുകളുടെ ടേസ്റ്റ് മാറുന്നു, പുതിയ തലമുറയുടെ കാഴ്ചപ്പാടെല്ലാം മാറുന്നു. അതിനിടയ്ക്ക് ഒരു ഖദർ നിലനിർത്തണമെന്ന് പറയുന്ന വാശി എന്ന് മാത്രം എനിക്ക് മനസ്സിലായിട്ടേ ഇല്ല അതെന്തിനാണ് എന്ന്. എല്ലാം മാറാണ്. കോൺഗ്രസ് തന്നെയും മാറിക്കൊണ്ടിരിക്കുകയല്ലേ. നെഹ്റുവിൻ്റെ കാലത്തുണ്ടായിരുന്ന സമീപന ശൈലിയും നയപരിപാടികളും ഇപ്പോൾ കോൺഗ്രസിനുണ്ടോ? അതിനുശേഷം ഉണ്ടായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ, അതിനുശേഷം ഉണ്ടായിരുന്ന രാജീവ് ഗാന്ധിയുടെ, ഓരോ ഘട്ടത്തിലേക്ക് വരുമ്പോൾ പാർട്ടി എന്ന നിലയ്ക്കുള്ള അതിൻ്റെ നയപരിപാടിയും സാമൂഹിക കാഴ്ചപ്പാടും അതിൻ്റെ ശക്തമായ നിലപാടുകളും എല്ലാം ഉലയുന്നതിൻ്റെ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് 1947 സ്വാതന്ത്ര്യം കിട്ടിയ കാലത്ത് ഗാന്ധി മുന്നോട്ട് വെച്ച ഖദർ എന്ന് പറയുന്ന ആ സ്വദേശി ആശയത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായ ഖദർ, അത് 2025 നിലനിർത്തിക്കൊണ്ട് മാത്രമേ കോൺഗ്രസ് ആശയത്തിൽ നിൽക്കാൻ പറ്റൂ എന്നാണ് അജയ് തറയിൽ പറയുന്നതെങ്കിൽ എനിക്ക് മനസ്സിലായിട്ടില്ല. അത് ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസിൻ്റെ അക്സെപ്റ്റൻസിനെ ബാധിക്കുന്ന ഒരു വിഷയമായിട്ടും എനിക്ക് തോന്നുന്നില്ല. ഇപ്പം തന്നെ നോക്കൂ, കോൺഗ്രസിലെ ഏറ്റവും സ്വീകാര്യതയുള്ള യുവ നേതാക്കളിൽ ഒരാളെന്ന് പറയുന്നത്, കേരളത്തിൽ തന്നെ ഏറ്റവും സ്വീകാര്യതയുള്ള നേതാവാണ് ഷാഫി പറമ്പിൽ. നേതാക്കളിൽ ഒരാളാണ്. അയാൾ സ്ഥിരം ഖദർ ഇടുന്ന ആളാണോ? ഖദർ ഇടാത്തതിൻ്റെ പേരിൽ അയാളെ ആരെങ്കിലും കോൺഗ്രസ് അല്ല എന്ന് പറഞ്ഞ് കണ്ടുണ്ടോ? അയാളുടെ സ്വീകാര്യതയ്ക്ക് എവിടെയെങ്കിലും പ്രശ്നം ഉണ്ടാകുന്ന കണ്ടിട്ടുണ്ടോ? പുതിയ തലമുറ അയാളെ വലിയ തോതിൽ സ്വീകരിക്കുന്നത് കാണുന്നുണ്ട്. ഖദർ ഇട്ടിട്ടാണത്. അങ്ങനെ ഏതെല്ലാം നേതാക്കളെ കാണുന്നുണ്ട്. ശബരിനാഥൻ ഇപ്പോൾ ഈ വിഷയത്തിൽ എഴുതിയ ആൾ, അയാൾ അങ്ങനെ എപ്പോഴും ഖദർ ഇടുന്ന ആളല്ല. ബൽറാം. അപ്പോൾ അതുകൊണ്ട് ഖദർ സംസ്കാരത്തിൽ നമ്മളെ പിന്നോട്ട് കൊണ്ടുപോയി എന്ന് അജയ് തറയിൽ പറയുന്നതുകൊണ്ട് എനിക്ക് അങ്ങനെ വലിയ ഒരു തരത്തിലുള്ള മതിപ്പും തോന്നുന്നില്ല. അജയ് തറയിൽ തന്നെ ആലോചിച്ച് നോക്കേണ്ടതായിരുന്നു. അജയ് തറയിൽ എന്തുമാത്രം കോൺഗ്രസ് സംസ്കാരത്തിനകത്ത് നിൽക്കുകയും കോൺഗ്രസിൻ്റെ സംസ്കാരത്തിൽ അടിയുറച്ചാണോ വർത്തമാനം പറയുന്നത് തന്നെ ആലോചിക്കേണ്ട ആളാണ് അദ്ദേഹം. നമ്മൾ ഒരു ദുരിതകാലത്ത് നിൽക്കുമ്പോൾ വിദേശത്ത് പോയി പൈസ പിരിക്കാൻ, ഒരു മന്ത്രിസഭയിലെ കുറേ മന്ത്രിമാരടക്കം പോയി പൈസ പിരിക്കാൻ നമ്മൾ തീരുമാനിക്കുന്നു. എല്ലാവർക്കും നയതന്ത്ര പെർമിഷൻ കിട്ടാത്തതുകൊണ്ട് മുഖ്യമന്ത്രി തന്നെ പോകുന്നു. അന്ന് അറബി രാജാവിൻ്റെ കാല് നക്കാൻ പോയിരിക്കുന്നു കേരളത്തിലെ മുഖ്യമന്ത്രി. അയാൾ ഇവിടുത്തെ പന്തളം രാജാവിനെയൊക്കെ അധിക്ഷേപിക്കുന്നു. എന്നിട്ട് അറബി രാജാവിൻ്റെ കാല് നക്കാൻ പോയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ തരംതാണ സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയ ആളാണ് അജയ് തറയിൽ. അജയ് തറയിലാണ് കോൺഗ്രസിൻ്റെ സംസ്കാരത്തെക്കുറിച്ച് പറയുന്നത്. ഏത് ട്രൗസർ ഇട്ടാലും സെൻകുമാർ സമർത്ഥനും മിടുക്കനുമാണെന്ന് ചാനൽ ചർച്ചയിൽ ആവർത്തിച്ച് തർക്കിച്ച ആളാണ് ആര്? അജയ് തറയിൽ. അദ്ദേഹമാണ് കോൺഗ്രസിൻ്റെ സംസ്കാരത്തെക്കുറിച്ച് പറയുന്നത്. മലയരയന്മാർ കുറച്ചുപേർ ഇറങ്ങിയിരിക്കുന്നു. പാതി മുക്കാലും ക്രിസ്ത്യാനികളായിരിക്കുകയാണ്. എല്ലാവരും ഞായറാഴ്ച പള്ളിയിൽ പോവാണ്. എന്നിട്ട് ഇവിടെ പ്രശ്നം ഉണ്ടാകുമ്പോൾ മാത്രം വന്ന് ഞങ്ങളുടെ അയ്യപ്പൻ എന്ന് പറയുകയാണെന്ന് വെച്ചാൽ മലയാരന്മാരെ അധിക്ഷേപിച്ച ആളാണ് അജയ് തറയിൽ. അജയ് തറയിൽ സെക്രട്ടറി ആയിരിക്കുന്ന ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലുണ്ട് കലൂരിൽ. അവിടെ KSUക്കാർക്ക് തല്ല് കിട്ടി വന്നു. ഒരാളുടെ കഴുത്തടക്കം ഒടിഞ്ഞു വന്ന് കിടക്കുകയാണ്. 7 ദിവസമായിട്ട് പ്രോപ്പർ അറ്റൻഷൻ കിട്ടിയിട്ടില്ല. സുധാകരൻ കാണാൻ ചെല്ലുമ്പോൾ അവിടുത്തെ KSUവിൻ്റെ യൂണിറ്റ് പ്രസിഡൻ്റായിട്ടുള്ള വനിത പറഞ്ഞു, സാർ ഞങ്ങൾക്കൊരു അറ്റൻഷൻ കിട്ടിയില്ല, സാറ് വരുന്നു എന്ന് അറിഞ്ഞപ്പോൾ മാത്രമാണ് ഞങ്ങൾക്കൊരു പുതപ്പ് പോലും തന്നത് എന്ന് പറഞ്ഞു. അത് കേട്ട അജയ് തറയിൽ അവിടെ വെച്ച് രോഷം കൊള്ളുകയാണ് KSUക്കാരോട്. യുവമാരൊക്കെ എന്ത് തല്ല് കൊണ്ടിട്ടുണ്ട്? ഞാൻ കൊണ്ട തല്ലിവിനെ കൊണ്ടിട്ടുണ്ടോ? ഇറങ്ങിപ്പോട്ടെ ഇവിടുന്ന്, ഡിസ്ചാർജ് ആയിക്കോട്ടെ, പൈസയൊന്നും തരണ്ട എന്ന ഔദാര്യവാചകം പറഞ്ഞവരെ ആക്ഷേപിക്കുകയാണ്.
ഏത് കോൺഗ്രസ് സംസ്കാരത്തെക്കുറിച്ചാണ് ഇദ്ദേഹം പറയുന്നത്? ഈ സമീപകാലത്ത് അജയ് തറയിൽ എപ്പോഴാണ് വാർത്തകൾ നടന്നിട്ടുള്ളത്? നിങ്ങൾ വെറുതെ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക. അത് മുഴുവൻ കോൺഗ്രസ് സംസ്കാരം, കോൺഗ്രസ് പറയുന്ന സംസ്കാരം, അതിപ്പോൾ അവർ കീപ്പ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. കോൺഗ്രസ് ഈ പറയുന്ന സംസ്കാരത്തിന് പുറത്തുപോയി വർത്തമാനം പറയുകയും നിലപാടെടുക്കുകയും ചെയ്തതിൻ്റെ പേരിൽ മാത്രം വിവാദങ്ങൾ നിറഞ്ഞിട്ടുള്ള, പലപ്പോഴും പരിധി കവിഞ്ഞ് വർത്തമാനം പറഞ്ഞതിൽ ശ്രദ്ധിക്കപ്പെട്ടുള്ള ആളാണ് അജയ് തറയിൽ. അപ്പോൾ അദ്ദേഹം, ഞാൻ വിചാരിക്കുന്നത് ഇത് അദ്ദേഹത്തിന് എന്തോ ഒരു സ്പേസ് കിട്ടാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിസ്മൃതിയിലാണ്ട് പോയ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ വീണ്ടും ഒന്നെടുത്ത് എന്താ വിസിബിലിറ്റിയിൽ പുനഃസ്ഥാപിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണെന്ന് തോന്നുന്നു. അതിനപ്പുറം ഖദർ ഇല്ലെങ്കിൽ വേറെ ഒരുപാട് കാര്യം കോൺഗ്രസ്സുകാർക്ക് ഇവിടെ ചെയ്യാനുണ്ട്. അവർക്ക് ഒരുപാട് സംഗതികൾ നഷ്ടപ്പെട്ട് നിൽക്കുകയാണ്, ഒരുപാട് പണി വേറെ എടുക്കാനുണ്ട്. അതിനിടയ്ക്ക് അയ്യോ ഖദറോട് പെടുത്തിട്ടില്ലേ എന്ന് പറഞ്ഞ് പുറകെ ഓടാൻ പറ്റിയ സമയമൊന്നും അല്ലാതാണ് എനിക്ക് തോന്നുന്നത്. അജിംസ്, ഇപ്പോൾ നിഷ പറഞ്ഞ പോലെ വല്ല മറ്റെന്തെങ്കിലും വിവാദങ്ങൾ ഡൈവേർട്ട് ചെയ്യാനുള്ള വല്ല ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് കാണണോ? കാര്യമുള്ള ചർച്ചയാണ്. അല്ല, ഇത് കാര്യമുള്ള ചർച്ചയാണ്. ഇത് ആദ്യം അദ്ദേഹം ഇംഗ്ലീഷിൽ എഴുതിയിട്ട് രാഹുൽ ഗാന്ധിയെ ടാഗ് ചെയ്യല്ലേ വേണ്ടത്. രാഹുൽ ഗാന്ധി ടീഷർട്ട് ഇട്ടുന്ന മനുഷ്യനാണ്. രാഹുൽ ഗാന്ധിയൊക്കെ വലിയ ആളല്ലല്ലോ അജിത് തറയിൽ. അപ്പോൾ ഇതിലെ പ്രശ്നം എന്ന് വെച്ചാൽ അജിത് തറയിൽ ഒരു ഓൾഡ് സ്കൂൾ കോൺഗ്രസ്സുകാരനാണ്. ഓൾഡ് സ്കൂൾ കോൺഗ്രസ്സുകാർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് നമ്മൾ പലവട്ടം ഇവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ ഓൾഡ് സ്കൂൾ കോൺഗ്രസ്സുകാരുടെ ഒരു പ്രശ്നമാണ്, RSS ഒരു സാംസ്കാരിക സംഘടനയാണ്. അവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്താൽ വലിയ കുഴപ്പമില്ല എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരാണ്. അതിൽപ്പെട്ട ആളാണ് കെ സുധാകരൻ. ആ സുധാകരൻ്റെ ഗ്രൂപ്പിൽപ്പെട്ട വളരെ വളരെ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു അജയ് തറയിൽ. ഇതാദ്യം മനസ്സിലാകണം. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഓൾഡ് സ്കൂളിൻ്റെ എല്ലാ പ്രശ്നവും അജയ് തറയിലുമുണ്ട്. അപ്പോൾ ഇന്ന് ശബരിനാഥൻ ഫേസ്ബുക്കിൽ അതിന് കൃത്യമായ മറുപടി കൊടുത്തിട്ടുണ്ട്. അതായത് വസ്ത്രത്തിലല്ല കാര്യം, മനസ്ഥിതിയിലാണ് എന്തോ മറ്റാണെന്ന് തോന്നുന്നു. ആ കറക്റ്റ് എക്സാക്റ്റ് വേർഡ് ആണെന്ന് അറിയില്ല. അത് അജയ് തറയിലിനുള്ള കുത്താണ്. അത് അജയ് തറയിലിന് മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇന്ന് ശബരിനാഥൻ നമ്മളോട് ടെലിഫോണിൽ അതിനെപ്പറ്റി സംസാരിച്ചിരുന്നു. അത് പറഞ്ഞു വരുമ്പോൾ ഏറ്റവും അവസാനം ഞാനത് അവസാനിപ്പിക്കാൻ നേരത്തെ അദ്ദേഹം പറഞ്ഞത് അത് മാത്രവുമല്ല വേറെ കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ അത് തുടരാൻ പറ്റിയില്ല. യഥാർത്ഥത്തിൽ അജയ് തറയിൽ ഇപ്പോൾ കോൺഗ്രസ്സിലുണ്ടോ എന്നാണ് അദ്ദേഹം ആദ്യം തന്നെ ചിന്തിക്കേണ്ടത്. അദ്ദേഹം കോൺഗ്രസ്സിലുണ്ടോ എന്ന് ഇല്ല. അദ്ദേഹം ആ ശബരിമല വിവാദ കാലത്താണ് അദ്ദേഹം പ്രത്യക്ഷനായത്. ശബരിമല വിവാദ കാലത്ത് അദ്ദേഹത്തിൻ്റെ നിലപാടെന്തായിരുന്നു? കോൺഗ്രസിൻ്റെ പലരുടെയും നിലപാടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും തീവ്രമായ നിലപാട് സ്വീകരിച്ച ഒരാളാണ് അജയ് തറയിൽ. ശബരിമല പ്രക്ഷോഭകാലത്ത് അദ്ദേഹം BJP വക്താവാണെന്ന് തോന്നിപ്പോകുന്ന രീതിയിലുള്ള അദ്ദേഹം പറഞ്ഞ ഡയലോഗുണ്ട്, വിശ്വാസത്തിന് മുകളിലല്ല ഭരണഘടന, വിശ്വാസത്തിന് താഴെയാണ് ഭരണഘടന. ഏത് ഭരണഘടനയായാലും വിശ്വാസം ഈ പറഞ്ഞത് BJP-ക്കാർ പോലും പറയാത്ത ഡയലോഗാണ്. അതായത് നമ്മൾ ഇദ്ദേഹം BJP-കാരനാണോ എന്ന് പോലും ചിന്തിക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രകടനം. അതിനുശേഷം അദ്ദേഹം ലൈം ലൈറ്റിലില്ല. ഒരു പക്ഷേ കോൺഗ്രസ് തന്നെ സൈഡ് ലൈൻ ചെയ്തായിരിക്കും അദ്ദേഹത്തെ. ഹോസ്പിറ്റൽ സെക്രട്ടറിയാണ് ഇപ്പോഴും. അപ്പോൾ ഈ ഓൾഡ് സ്കൂൾ ആളുകൾക്ക് ഇപ്പോൾ കോൺഗ്രസ്സിൽ കാര്യമായ റോളില്ല, വിലയുമില്ല എന്ന് ആദ്യം അജയ് തറയിൽ മനസ്സിലാക്കണം. കാരണം അത് യുവാക്കൾ ടേക്ക് ഓവർ ചെയ്ത് കഴിഞ്ഞു ആ ഏരിയ. അപ്പോൾ ഈ കോൺഗ്രസ്സിലിപ്പോൾ ഒരു മാറ്റം നമുക്ക് തോന്നുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ യുവാക്കളാണ്. അവരാണ് ആദ്യം ഖദർ ഉപേക്ഷിക്കാൻ തയ്യാറായത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ഖദർ ഇന്ന് എന്തിൻ്റെ പ്രതീകമാണ്? ഇപ്പോൾ ഖദർ നമ്മുടെ സ്വാശ്രയത്വത്തിൻ്റെയും സ്വദേശി പ്രസ്ഥാനത്തിൻ്റെയും സ്വാതന്ത്ര്യ സമരത്തിൻ്റെയും ബ്രിട്ടീഷ് ബഹിഷ്കരണത്തിൻ്റെയും ഒക്കെ പ്രതീകമായിരുന്നു. ഇന്ന് റൈറ്റ് നൗ കേരളത്തിൽ ഇരുന്നിട്ട് നമ്മൾ ഖദറിനെ പറ്റി ആലോചിക്കുമ്പോൾ നമുക്ക് എന്താ തോന്നുക? അഴിമതിക്കാരായ, പണിയെടുക്കാത്ത, തട്ടിപ്പുകാരായ കുറേ രാഷ്ട്രീയക്കാരുടെ വസ്ത്രമായിട്ടാണ് പുതുതലമുറ ഇതിനെ കാണുന്നത്. അത് തിരിച്ചറിഞ്ഞിട്ടാണ് VT ബൽറാമും അബിൻ വർക്കിയും ശബരിനാഥനൊക്കെ അത് ഉപേക്ഷിക്കുന്നത്. അവരത് പൂർണ്ണമായി ഉപേക്ഷിക്കാത്തതിൻ്റെ കാരണം അതിനൊരു കോൺഗ്രസ് സംസ്കാരം ഉള്ളതുകൊണ്ടാണ്. അതർവൈസ് ഇന്ന് എത്ര യുവാക്കൾ ഖദറിട്ടുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ? രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ധാരാളം ചെറുപ്പക്കാർ വരുന്നുണ്ട്. അതിപ്പം CPM-ലാണെങ്കിലും കോൺഗ്രസ്സിലാണെങ്കിലും ആളുകൾ വരുന്നുണ്ട്. പക്ഷെ എത്ര പേർക്ക് അഭിമാനത്തോടെ ഖദറിടാൻ കഴിയും? ഈ അഭിമാനം ഇല്ലാതാക്കിയതാരാണ്? യുവാക്കൾക്ക് ഖദറിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്താനുള്ള ആത്മവിശ്വാസം ഇല്ലാതാക്കിയതാരാണ്? അത് ഈ അജയ് തറയിലിനെ പോലുള്ള ഓൾഡ് സ്കൂൾ കോൺഗ്രസ്സുകാരാണ്. അത് യുവാക്കൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ഈ ഓൾഡ് സ്കൂളുകാർക്ക് അവർ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് നല്ല വൃത്തിയായിട്ട്. ഇന്നിപ്പോൾ അബിൻ വർക്കിയും ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് വായിച്ചാൽ മനസ്സിലാവുമായിരിക്കും അജയ് തറയിലിനെ പോലുള്ളവർ.